ഇവിടെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് സംഘടിപ്പിച്ചൊരു പരിപാടിയാണിത്. നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ജനസമക്ഷമാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിശ്ചയിച്ചത്. ഇത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ നാടിൻ്റെ പുരോഗതി, അതിനെ തടയാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നീക്കങ്ങൾ ഏത് രീതിയിൽ നാടിനെ ബാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട് സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കം അനുഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന് ഈ പറയുന്ന രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടതില്ല. കാരണം സാമ്പത്തിക പ്രയാസത്തിനിടയാക്കുന്ന പ്രവർത്തനമല്ല കേരളം കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ നമ്മുടെ നാടിന് നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. 2016 അന്നത്തെ UDF സർക്കാർ നാടിനെ വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു ഘട്ടം പിന്നിടുന്നത്. 2011-16 കാലമായിരുന്നു UDF ഇവിടെ ഭരിച്ചത്. സമസ്ത മേഖലകളും പിന്നോട്ട് പോവുകയും കേരളത്തെ ഇനി രക്ഷിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. പക്ഷേ 2016 ശേഷം നമ്മൾ നല്ല പുരോഗതി നേടി എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിലൊന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്കാണ്. അത് സംസ്ഥാനത്തിൻ്റെ പുരോഗതി ഏത് തരത്തിലെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ്. ഈ 2016 തൊട്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നാം 8% ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചു എന്നതാണ് കാണാൻ കഴിയുക. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടൽ, നമ്മുടെ കാര്യക്ഷമതയോടെയുള്ള ധനകാര്യ മാനേജ്മെൻറ്റ്, ഇതെല്ലാമാണ് ഇത്തരമൊരവസ്ഥ സൃഷ്ടിക്കുന്നതിനിടയാക്കിയത്. ഈ ആഭ്യന്തര വളർച്ചാ നിരക്ക് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, അതിലും വലിയ വളർച്ച നേടാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു. അത് ഈ കാലയളവിൽ
41% വർദ്ധിപ്പിക്കാനായത്. ഇപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്നും 41% കൂടുതൽ തനത് വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. അപ്പം അത്തരമൊരു സംസ്ഥാനത്ത് സാധാരണ നിലയിൽ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രയാസം അനുഭവപ്പെടേണ്ടതില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അത് വലിയ തോതിൽ ഈ കാലയളവിൽ വർദ്ധിച്ചതായാണ് കാണാൻ സാധിക്കുക. നേരത്തെ ആഭ്യന്തര ഉൽപ്പാദനം 5 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒടുവിലത്തെ കണക്കനുസരിച്ച് 10 ലക്ഷം കോടിയായി അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മികവാർന്ന പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ ഉണ്ടായി എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതോടൊപ്പം പ്രതിശീർഷ വരുമാനം, കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം നേരത്തെ 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 1,48,000 രൂപയായിരുന്നു. 1,48,000 രൂപ പിന്നീട് 7 വർഷം കഴിയുമ്പോൾ 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാനായി. അപ്പോൾ ഏത് മാനദണ്ഡം നോക്കിയാലും നമ്മുടെ സംസ്ഥാനം നല്ല പുരോഗതി ഇത്തരം കാര്യങ്ങളിൽ നേടിയിരിക്കുന്നു. പിന്നെ എന്തേ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുന്നതിന് പ്രയാസം വരും വിധം ഈ പറഞ്ഞ സാമ്പത്തിക രംഗം പ്രയാസത്തിലാകുന്നത്? അതിന് അതിൻ്റേതായ കാരണമുണ്ട്. ആ കാരണം ഒരു നാടിൻ്റെ വരുമാനം എന്നത് ആ നാട് സ്വന്തമായി ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായുള്ള ഒരു വിഹിതമുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യമല്ല. ഇപ്പോൾ നമ്മുടെ നികുതി ഏറെക്കുറെയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നികുതി വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടതാണ്. അത് തോന്നിയ പോലെ കൊടുക്കുകയല്ല വേണ്ടത്, കൃത്യമായ മാനദണ്ഡമനുസരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതിന് കൃത്യമായി മാനദണ്ഡമില്ല എന്നുള്ളതാണ്. ഒരു സുതാര്യതയും വെച്ച് പുലർത്തുന്നില്ല. തോന്നുംപടി നികുതി വീതം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ വീതം വല്ലാതെ കുറയുന്നു. മറ്റ് ചിലയിടത്ത് ആ വിഹിതം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട പണത്തിലാണ് കുറവ് വരുന്നത്. നികുതി വിഹിതം കുറയുമ്പോൾ നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ ഒരു ഭാഗം ഇല്ലാതാവുകയാണ്. ഇത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. മറ്റൊന്ന് റവന്യൂ കമ്മി ഗ്രാൻഡാണ്. റവന്യൂ കമ്മി ഗ്രാൻഡ് അതും കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്. ധനകാര്യ കമ്മീഷനുകൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കൃത്യമായി
നിലപാടുകൾ എടുക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ധനകാര്യ കമ്മീഷനുകളെയെല്ലാം സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വല്ലാതെ കുറയുന്ന നില വരികയാണ്. അതിൻ്റെ കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചതാണ്. ഞാൻ ആ വിശദമായ കണക്കുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ നേരത്തെ 3.8% നമുക്ക് ലഭിച്ചിരുന്ന വിഹിതം അത് കുറച്ച് എവിടം വരെ എത്തി? 1.9 എത്തി, നേരെ പകുതി. ഇത് വലിയ തോതിൽ സംസ്ഥാനത്തെ പ്രയാസത്തിലാക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണത്തിലാണ് ചുരുക്കം വരുന്നത്. ഇനി മറ്റൊരു ഭാഗം, നമ്മുടെ കേരളത്തിൽ നമ്മളും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ ഒരു പ്രത്യേകത, സംസ്ഥാന സർക്കാർ ചെലവാദ്യം നിർവഹിക്കുക. ചെലവ് നിർവഹിച്ച ആ തുക, അതിൽ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് വഹിക്കേണ്ടതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ നമ്മൾ ഉന്നയിക്കും. സാധാരണ തടസ്സമില്ലാതെ ആ തുക അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത് വലിയ കുടിശ്ശികയായി കിടക്കുകയാണ്. ആ കുടിശ്ശിക 5000 കോടിയിലധികം രൂപ വരും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണം ഇങ്ങനെ ഓരോ ഇനത്തിൽ കിട്ടാതിരിക്കുകയാണ്. അത് ഭീമമായ തുകയായി മാറുകയാണ്. അതോടൊപ്പമാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനം ഈ പണത്തോടൊപ്പം ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കേണ്ട അവസ്ഥയാണ്. കടമെടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നാടിനെ പ്രയാസത്തിലാക്കുന്നതാണെന്ന് കാണേണ്ടതില്ല. കടം ന്യായമായ പദ്ധതികൾക്കാണ് ചെലവിടുക. ആ പദ്ധതികൾ നാടിൻ്റെ പുരോഗതിക്കാണ് വഴിവെക്കുക. അപ്പം അതിൻ്റെ ഭാഗമായി കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് കടം തിരിച്ചടക്കുക. ഇത് എല്ലാ വികസന കാര്യങ്ങളിലും എല്ലാ ഗവൺമെൻറ്റുകളും സ്വീകരിക്കുന്ന നിലപാടാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുണ്ട്. അതിൻ്റെ ഭാഗമായി കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. ആ കടം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമം നമ്മുടെ നിയമസഭ അംഗീകരിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് സംസ്ഥാനം കടമെടുക്കേണ്ടത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അവർക്കില്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ്. അത് ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ്. ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭയുടെ അധികാരത്തിന്മേലുള്ള കൈകടത്തലുമാണ്. കാരണം നിയമസഭയാണ് അതുമായി ബന്ധപ്പെട്ടൊരു നിയമം തന്നെ പാസ്സാക്കിയത്. ഈ തരത്തിൽ ഭരണഘടനാ വിരുദ്ധം, നിയമവിരുദ്ധം, നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തൽ എല്ലാം കൂടി ചേർന്നുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് വരുന്നത്. അതിൻ്റെ ഫലമായി നമ്മുടെ കയ്യിൽ കിട്ടേണ്ട പണത്തിലാണ് കുറവ് വരുന്നത്. ആ വിഹിതം കുറച്ചത് മാത്രമല്ല, അവർ
അവർക്കാണ് അധികാരമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരം കവർന്നെടുത്തപ്പോൾ നമ്മൾ എടുക്കേണ്ട കടത്തിൻ്റെ വിഹിതം ഏകപക്ഷീയമായി കുറച്ചു. എന്നാൽ കുറച്ച വിഹിതം വെച്ച് കടമെടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഒരു പരിധി കുറച്ചു, ആ കുറച്ച പരിധിയുടെ അടിസ്ഥാനത്തിൽ കടമെടുക്കാൻ പറ്റുമോ? അതിനും കേരളത്തെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് കിഫ്ബി ഒരു പ്രശ്നമായിട്ട് വന്നത്. കിഫ്ബി എടുക്കുന്ന കടം സംസ്ഥാനത്തിൻ്റെ കടമായി പരിഗണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിഫ്ബിയെ പോലെ തന്നെയുള്ള ഏജൻസികൾ ഒന്നിലധികം ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്. അവരൊന്നും എടുക്കുന്ന കടം ഇന്ത്യ ഗവൺമെൻറ് കടമായി പരിഗണിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം ബാധകമായ ഇളവാണ്, നിങ്ങൾക്കൊന്നും അത് ബാധകമല്ല. ആ നിലയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? കിഫ്ബിയിലൂടെ നമ്മൾ കേരളത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ 7.5 വർഷമായി നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കിഫ്ബിയിലൂടെ ഏറ്റെടുത്ത പദ്ധതികൾ 83,000 കോടി രൂപയുടെ പദ്ധതികളാണെന്ന് കാണാൻ കഴിയും. അത്ര ഭീമമാണ് പദ്ധതികൾ. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ പറയുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ കാണാം. സ്കൂളുകളുടെ കാര്യം, നമ്മുടെ ആശുപത്രികളുടെ കാര്യം, വിവിധ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, ഇനി മറ്റ് പദ്ധതികളുടെ ഭാഗമായുള്ള കെട്ടിടങ്ങൾ, ഇങ്ങനെ വിവിധ രീതിയിലാണ് കിഫ്ബിയുടെ ഇടപെടൽ വന്നിട്ടുള്ളത്. ഇതിനു പുറമെയാണ് നമ്മുടെ ബജറ്റ് വഴിയുള്ള പ്രവൃത്തിയും വരുന്നത്. അപ്പോൾ ഇത്രയും വിപുലമായ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫ്ബിയെ നമ്മൾ പുനർജീവിപ്പിച്ചതുകൊണ്ടാണ്. അതിലൂടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ അത് സമ്മതിക്കില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം. ഒറ്റ ഉദ്ദേശിയുള്ളൂ, അത് മുഖേന നല്ല നിലയിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നു. അപ്പോൾ കേരളത്തിൻ്റെ വികസനം തടയുക എന്ന ലക്ഷ്യം ഉണ്ടാകുമ്പോൾ ആദ്യം കൈവയ്ക്കേണ്ടത് കിഫ്ബിയെ തന്നെയാണ്. അതാണ് കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ നേരെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം. കിഫ്ബിക്ക് സമാനമായി കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി, NDPC, ഇവരെല്ലാം ഇഷ്ടം പോലെ കടം എടുക്കുന്നുണ്ട്. ആ എടുക്കുന്ന കടം ഇന്ത്യ ഗവൺമെൻറ് കടമല്ല, അത് അവരവരുടെ കടം മാത്രമാണ്, അത് സ്ഥാപനത്തിൻ്റെ കടമാണ്. ആ അവകാശം കേരളത്തിനുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ അവകാശമില്ല, ഞങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 1600 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ 600 രൂപയാണ്, അത് വർദ്ധിച്ച് 1600-ലെത്തി നിൽക്കുന്നു. ഈ പെൻഷൻ മാസം തോറും കൃത്യമായി നൽകണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു ക്ഷേമ പെൻഷൻ കമ്പനി രൂപീകരിച്ചു.
ആ കമ്പനി പെൻഷൻ നൽകുക, കമ്പനിക്ക് പണം ഗവൺമെൻറ് നൽകുക. ഇതാണ് ഒരുക്കിയ സംവിധാനം. ഒരു പ്രശ്നവുമില്ലാതെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ കടപരിധിയിൽ വരും എന്ന് പറഞ്ഞാൽ അത് തടയൽ തന്നെയാണ് ഉദ്ദേശം. ഇവിടെ കേന്ദ്ര ധനമന്ത്രി നേരത്തെ കേരളത്തിൽ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത്? 62 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് ഇത്ര ഭീമമായ പെൻഷൻ തുക 1600 രൂപ നിങ്ങൾ നൽകുന്നത്? ഈ ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് സാമ്പത്തിക നയത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച സാമ്പത്തിക നയം നമ്മുടെ നാട്ടിലെ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയാണ്, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്ന നിലപാടാണ്. അതിൻ്റെ ഭാഗമായി ഏതെല്ലാം തരത്തിൽ പാവപ്പെട്ടവർ കൂടുതൽ പുറകോട്ട് പോകുന്നുവെന്നത് ഈ അടുത്ത കാലത്ത് ഒരു കണക്കിലൂടെ വ്യക്തമായിട്ടുണ്ട്. അത് ദരിദ്രാവസ്ഥയാണ്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ രാജ്യമാണ്. ഇപ്പോൾ 2013 ലോകത്ത് നമ്മൾ 55-ാം സ്ഥാനത്തായിരുന്നു. 2013 10 വർഷം കഴിഞ്ഞ് 2023 ആയപ്പോൾ ഈ 55-ാം സ്ഥാനം 54-ആകുകയല്ല ചെയ്തത്. അങ്ങനെയാണ് ലേശം മെച്ചപ്പെട്ടു എന്ന് പറയുക. ഇവിടെ 55 111-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന നിലയുണ്ടായത്. പിന്നെ ചില്ലറ രാഷ്ട്രങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. നമ്മുടെ അടുത്തുള്ള രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളാണ് ദരിദ്രാവസ്ഥ ഏറ്റവും കൂടിയ സ്ഥലം. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. അതിൻ്റെ ഭാഗമായാണ് ഈ നില വന്നത്. നമ്മൾ ആ നില സ്വീകരിക്കുന്നില്ല. തീർത്തും ബദൽ സമീപനമാണ് ഇവിടെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സമീപനം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക നയമാണ്. ഈ നയമായിരുന്നു നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ്സാണ് ആഗോളവൽക്കരണ നയം ആദ്യം അംഗീകരിക്കുന്നത്. അതേ നയമാണ് BJPക്കുമുള്ളത്. കോൺഗ്രസ് ഗവൺമെൻറ് നേരത്തെ നടപ്പാക്കിയ ആഗോളവൽക്കരണ നയം കൂടുതൽ വീറോടെ വാശിയോടെ BJP ഗവൺമെൻറ് നടപ്പാക്കുകയാണ്. ഇവിടെയാണ് നാം വേറിട്ട് നിൽക്കുന്നത്. നാം എന്ന് പറഞ്ഞാൽ കേരളമല്ല, അതും നമ്മൾ കാണണം. 2011 മുതൽ 2016 വരെയുള്ള കേരളം ഇതേ നയം അംഗീകരിച്ച നാടായിരുന്നു. അന്ന് 2 കേന്ദ്ര ഗവൺമെൻറ്റുകളുണ്ടായിരുന്നു. ഒന്ന് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ആ 2 ഗവൺമെൻറ്റുകളും ഒരേ നയമായിരുന്നു. രണ്ടും ആഗോളവൽക്കരണ നയം നടപ്പാക്കിയതാണ്. ആ നയം അതേപോലെ തന്നെ സ്വീകരിച്ച് നടപ്പാക്കുന്ന നിലപാടാണ് 2011 മുതൽ 2016 വരെ ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ ചെയ്തത്.
ആ സർക്കാരിൻ്റെ പ്രവർത്തനം, അതായത് ഈ നയത്തിൻ്റെ ഭാഗമായി കേരളത്തിന് സംഭവിച്ചത് നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. കേരളം വലിയ തോതിൽ തകർന്നടിയുന്നതിന് ഇടയാക്കിയത് ആ നയമായിരുന്നു. ഇത് നാം ഓർക്കേണ്ടതാണ്. എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന 2016 LDF ഗവൺമെൻറ് കൃത്യമായി ഒരു ബദൽ നയം മുന്നോട്ട് വെച്ചു. ഈ ബദൽ നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു തുരുത്തായി കേരളം നിൽക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഇത് വല്ലാത്ത പ്രയാസം BJPയുടെ മനസ്സിന് സൃഷ്ടിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസിനും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ബദൽ നയമാണ് നടപ്പാക്കുന്നത്. ബദൽ നയത്തിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ വിശപ്പാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരുടെ കാര്യം നേരത്തെ പറയുകയുണ്ടായി. ആ അതിദരിദ്രർ 0.7%. 0.7% അതിദരിദ്രം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗവൺമെൻറ് അവഗണിക്കാം, കാരണം 1% താഴെയാണല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെ അവഗണിക്കാനാവില്ല. അത് നാട്ടിൽ നമ്മോടൊപ്പം സാധാരണ നിലയിൽ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ അത് ഗൗരവമായി തന്നെ കണ്ട് അതിന് പരിഹാരം തേടാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിയത്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ പ്രസ്താവിച്ച അതിദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. നാം അതിനൊരു ലക്ഷ്യമിട്ടു. ആ ലക്ഷ്യം 2025 നവംബർ 1 2025 നവംബർ 1 കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പരമദരിദ്ര വിഭാഗത്തിലുള്ള ഒരാളും അവശേഷിക്കരുത് എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ഇത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല. ഈ കഴിഞ്ഞ നവംബർ 1 കേരളത്തിൽ അതിൻ്റെ ഭാഗമായി എത്രത്തോളം പേര് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതരായി എന്ന കണക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ആ കണക്കനുസരിച്ചാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് തന്നെ നല്ല ഫലം വരും. പക്ഷേ നാം പ്രഖ്യാപിച്ചെടുത്ത് തന്നെ നിൽക്കുകയാണ്. 2025 നവംബർ 1 ഒരാൾ പോലും അതിദരിദ്രാവസ്ഥയിൽ കേരളത്തിലുണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്നത് തന്നെയായിരിക്കും. അത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതുമായിരിക്കും. ഇത് കേന്ദ്രം അംഗീകരിച്ച നയത്തിൽ നിന്ന് വ്യത്യസ്തമായി BJPയുടെയും കോൺഗ്രസിൻ്റെയും സാമ്പത്തിക നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയം LDF സർക്കാർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ നിലയിലാണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളോട് നിങ്ങൾ ഇത്ര പെൻഷൻ കൊടുക്കേണ്ടതുണ്ടോ, ഇത്ര ആളുകൾക്ക് നൽകേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് അവരുടെ ചോദ്യമായിട്ട് അവശേഷിക്കും. നമ്മളത് അംഗീകരിക്കാൻ പോകുന്നില്ല. നമ്മുടെ നിലപാട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായി തുടരുക എന്നുള്ളതല്ല, ആ പാവപ്പെട്ടവരെയും ഉദ്ധരിച്ച് നമ്മുടെ നാടിൻ്റെ പൊതുധാരയിലേക്ക് ഉയർത്തുക എന്നത് തന്നെയാണ്. അതിനാവശ്യമായ നടപടികൾ, ദരിദ്രാവസ്ഥ ഇല്ലാതാക്കുക, അതിനുള്ള സാമൂഹ്യമായ ഇടപെടലുകൾ അടക്കമാണ് നാം നടത്തുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനോട് സാധാരണഗതിയിൽ അംഗീകരിച്ച് നിൽക്കുകയാണ് ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ അവരതല്ല ചെയ്യുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളെ ഒരു ശത്രുതാപരമായി
സമീപിക്കാൻ തയ്യാറാവുകയാണ്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക പ്രയാസം എങ്ങനെ വരുന്നുവെന്ന ഭാഗമാണല്ലോ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കടമെടുക്കാനുള്ള പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നു. ഈ പെൻഷൻ കമ്പനിയുടെ കടമെടുപ്പിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നു. ഇതും സാധാരണയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമെന്താണ്? അവിടെയാണ് നാം നാട് നേരിടുന്ന അവസ്ഥയുടെ ഗൗരവം കാണേണ്ടത്. നമ്മുടെ നാടിൻ്റെ കയ്യിലെത്തേണ്ട പണം, ആ പണത്തിലാണ് വലിയ കുറവ് വരുന്നത്. ആ പണം വെച്ചാണല്ലോ നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 7 വർഷത്തെ കണക്കെടുത്താൽ നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ വന്ന കുറവ് അതൊരു 5-10 കോടിയുടേതല്ല, 100-200 കോടിയുടേതല്ല, 1000-10,000 കോടിയുടേതല്ല, 1,07,500 കോടിയിൽ പരം രൂപയുടെ കുറവാണ് നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും? ഒരു നാട് തകർന്നടിഞ്ഞു പോകാൻ ഇതിൽ പരം എന്ത് വേണം? ഇത് ക്രൂരതയല്ലേ? നാടിനോട് ചെയ്യുന്ന പാതകമല്ലേ? നമ്മുടെ ഭാവി കേരളം തകർക്കാനുള്ള നീക്കമല്ലേ? ഇതിന് ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിന് ലംഘനം നടക്കുന്നു എന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയുടെ അധികാരത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കുക എന്ന പ്രശ്നം കൂടി ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തി നിന്നപ്പോൾ നവകേരള സദസ്സ് നേരത്തെ UDF ബഹിഷ്കരിച്ചതാണെങ്കിലും ഞങ്ങൾ ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥന വീണ്ടും വെച്ചു. അത് ഈ പ്രത്യേക സാഹചര്യം നമ്മൾ LDF UDF നിലക്ക് തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ല. നമുക്ക് ഒന്നിച്ചു നിൽക്കാനാകണം. കേരളത്തിൻ്റെ ആവശ്യം ഒന്നിച്ചു ഉയർത്താനാവണം. ഇത് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്. നാടിൻ്റെ തകർച്ച തടയാൻ ഒന്നിച്ചു നിൽക്കലാണ് വേണ്ടത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യണം, നിങ്ങളുമായി ചർച്ച ചെയ്യണം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ സന്നദ്ധമാണ്. നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയെല്ലാം പരസ്യമായി പറഞ്ഞത് ആരാ? ഈ കേരളത്തിൻ്റെ മന്ത്രിസഭയാണ് പറഞ്ഞത്. കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി നടത്തിയ അഭ്യർത്ഥനയാണത്. പക്ഷെ അഭ്യർത്ഥന കേൾക്കേണ്ട താമസം മറുപടി വന്നു. ആരുടേത്? പ്രതിപക്ഷ നേതാവിൻ്റെത്. അദ്ദേഹമാണ് എപ്പോഴും ഇങ്ങനെ നിലപാടെടുത്തു പോകാറുള്ളത്. അദ്ദേഹം എന്തു പറഞ്ഞു? നിങ്ങളുമായി യോജിച്ച ഒരു പരിപാടിയുമില്ല. എന്താണിത്? ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ യോജിപ്പിന്റെ പ്രശ്നമല്ല. നാടിനു വേണ്ടിയാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. നാടിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാനാവണ്ടേ? അത് കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെ കൂടെയാ? ദീർഘകാലത്തെ നമ്മുടെ അനുഭവം എടുത്താൽ കോൺഗ്രസ് ആണല്ലോ UDFന്റെ നേതൃത്വം. കോൺഗ്രസ് കേന്ദ്രത്തോട് പ്രത്യേക വിരോധത്തോടെ നിൽക്കുന്ന BJPയുടെ മനസ്സോട് ചേർന്ന് നിൽക്കുകയാണ്. BJPക്ക് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്ക് വലിയ മോഹമുണ്ട് കേരളത്തിലൊരു ഇരിപ്പിടം ഉറപ്പിക്കണം. പക്ഷെ കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. അതിൻ്റെതായ പ്രയാസം അവർക്ക് കാണും. പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല.
കേരളത്തിൻ്റേത് മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല. കാര്യം ഇതാണ്. അത് ആ നിലക്ക് തന്നെ തുടരും. എന്തിനാണ് ആ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം ചേർന്ന് കോൺഗ്രസ് നിൽക്കുന്നത്? കോൺഗ്രസും BJPയും ഒരേ മനസ്സായി എന്തുകൊണ്ട് വരുന്നു? അതല്ലേ നാം പരിശോധിക്കേണ്ടത്, അതല്ലേ കാണേണ്ടത്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ 20 പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭയിൽ, അതിൽ 18 പേര് കോൺഗ്രസിന്റെ UDFന്റെ അംഗങ്ങൾ. ആ 18 പേരിൽ ആരെങ്കിലും കേരളത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ശബ്ദിച്ചോ? കേന്ദ്രം കാണിക്കുന്ന അവഗണന, നമ്മോടുള്ള വിവേചനം ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെ എതിർക്കാൻ തയ്യാറായോ? ഞങ്ങൾ ഈ ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന അവരോട് നടത്തി. നിങ്ങളെല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഈ നീതികേട് തിരുത്താൻ ആവശ്യപ്പെടണം. ഞങ്ങളുടെ അടുത്ത് സമ്മതിച്ചു. പക്ഷെ അവര് ചോദിച്ച് നിവേദനം കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഒടുവിൽ എന്താ ചെയ്തത്? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ തയ്യാറാക്കുന്ന നിവേദനത്തിൽ കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പിടാം. ഏതാ കെടുകാര്യസ്ഥത? കേരളത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിച്ചതോ? ഏതാണ് കെടുകാര്യസ്ഥ? കേന്ദ്ര ഗവൺമെന്റിന് എഴുതി കൊടുക്കുകയാണ്, ഞങ്ങളെ കെടുകാര്യസ്ഥ കാരനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന്. അതാണ് കോൺഗ്രസ് പറയുന്നത്. എത്രമാത്രം BJPയോട് ചേർന്ന് ഒരു കേരള വിരുദ്ധ മനസ്സ് ഇവർക്ക് രൂപപ്പെട്ടിരിക്കുന്നല്ലേ അത് കാണിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുത്ത MPമാര് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതേ അത് കാണിക്കുന്നത്. ഇവിടെ ഈ നവകേരള സദസ്സ് UDF ബഹിഷ്കരിച്ചു. എന്താ ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങൾ ആ ബഹിഷ്കരണം സ്വീകരിച്ചോ? ആ ബഹിഷ്കരണം തള്ളുന്ന നിലയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. കാരണം ദീർഘകാലത്തെ അനുഭവം അവർക്കുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ മുതൽ നമ്മൾ ദുരന്തം നേരിട്ട ഘട്ടത്തിലടക്കം നമ്മളോട് അവഗണന കാണിക്കുമ്പോൾ ആ അവഗണന കാണിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ നമ്മുടെ ശ്രമങ്ങളെ തുരങ്കം വെക്കാൻ ശ്രമിച്ച കോൺഗ്രസും UDFും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് വിലപ്പെട്ടത് നാടാണ്, നാടിന്റെ ഭാവിയാണ് എന്ന വികാരത്തോടെയാണ് 10,000 ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി എത്തുന്നത്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, ഒരിടവും നവകേരള സദസ്സിന് വേണ്ടി ഒഴുകിയെത്തുന്ന ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള വേദി പലയിടത്തും ഉണ്ടാകുന്നില്ല എന്ന്. അതാണ് വസ്തുത. അത്ര വലിയ ജനസഞ്ചയം ഈ വേദിയിൽ മാത്രമല്ല ഞങ്ങൾ സഞ്ചരിക്കുന്ന തെരുവോരങ്ങളിലാകെ ഉണ്ടാവുകയാണ്. അതാണ് കേരളത്തിന്റെ വികാരം. അവര് ഒരു ശക്തമായ സന്ദേശം സർക്കാരിന് നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതാണ്. അത് മതി, നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.